ഹലോ കുട്ടീസ്. ഓക്കെ, അപ്പൊ നമ്മളൊരു പുതിയ ചാപ്റ്ററിലേക്ക് പോകാൻ പോവാണല്ലേ. ഇത്ര ദിവസമായിട്ട് നമ്മൾ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ചത്. ആ ടെക്സ്റ്റ് ബുക്കില് രണ്ടാമത്തെ പാർട്ട് എത്തി. രണ്ടാമത്തെ പാർട്ടില് അടിപൊളിയായിട്ടുള്ള ഒരു ചാപ്റ്ററിന് ഏതാടാ? ഡെസിമൽ ഓപ്പറേഷൻസ്. ഇത് വളരെ ടഫാണ് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. കാരണം എന്താ, ഇതിനു മുൻപേ ഡെസിമൽ ഫോംസിലെ ദശാംശ രൂപങ്ങൾ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലെല്ലാ കാര്യവും ഡെസിമൽ നമ്പേഴ്സിനെ കുറിച്ചുള്ള ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ സിമ്പിൾ ആയിട്ട് പഠിച്ചതാണ്. അപ്പൊ അതിന്റെ ബാക്കി ഭാഗം, അതിന്റെ തുടർച്ച എന്ന് തന്നെ പറയാം കേട്ടോ. അതിന്റെ ബാക്കി കുറച്ച് പ്രോബ്ലംസ് ഒക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ ശരിക്കും നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ ഡെസിമൽ ഓപ്പറേഷൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡെസിമൽ നമ്പേഴ്സിനെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ആയിട്ടുള്ള പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തത്. പക്ഷെ ഇവിടെ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാനും അതേപോലെ തന്നെ ഡിവൈഡ് ചെയ്യാനാണ് പഠിക്കുന്നത്. അടിപൊളി ചാപ്റ്ററാണ്. എന്റെ കുട്ടിക്ക് എന്തായാലും അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, ഡെസിമൽ നമ്പേഴ്സിനെ നിങ്ങൾ ഒന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ അടിപൊളി ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് തന്നെ കുറച്ച് മാജിക് ഉണ്ട്. ഈ ഒരു മാജിക് എന്ന് പറഞ്ഞാൽ നമ്പേഴ്സിന്റെ മാജിക്കാ. ഈ സീറോയുടെ മാജിക് എന്ന് തന്നെ പറയാം. സീറോ വരുന്ന നമ്പേഴ്സിന്റെ ഒരു കുഞ്ഞു മാജിക് ഉണ്ട് ഡെസിമൽ നമ്പേഴ്സിൽ. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു കാര്യമായിട്ടാണ് ഇന്ന് മിസ് വന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് പോയി നോക്കാം ആ ഒരു കുഞ്ഞു മാജിക്കിലേക്ക്. വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ അനുരത്ന, നിങ്ങളുടെ സ്വന്തം അനു മിസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മളുടെ ആദ്യം തന്നെയുള്ള കാര്യം മാജിക് ആണെന്ന് മിസ് പറഞ്ഞു. സീറോയുടെ മാജിക് ആണ്. സീറോയുടെ മാജിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂജ്യത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ട് അല്ലെ. പൂജ്യത്തിന് എന്തോ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, എന്നാൽ മാത്രമല്ലേ അത് പറ്റുള്ളൂ. അപ്പൊ ഡെസിമൽ നമ്പേഴ്സും പൂജ്യവും കൂടെ ഉള്ള ഒരു പ്രത്യേകത, ഒരു ബന്ധം, ഒരു റിലേഷൻ ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ മിസ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ 1.6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡെസിമൽ നമ്പർ എടുത്തു എന്ന് വിചാരിക്കാം നമ്മള്. ഓക്കെ ആണോ? അതില് എന്റെ കുട്ടികളെ നോക്കിക്കേ, ഈ ഒരു സീറോ കൊണ്ട് മിസ് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഈ 1.6നെ ഞാൻ ഒന്ന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു എന്ന് വിചാരിക്കാം. 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും ഇടവരുന്നത്? നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുവാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 1.6നെ നമുക്ക് മാറ്റി എഴുതാം അല്ലെ. 1.6നെ മാറ്റി എഴുതുവാന്ന് പറഞ്ഞാല് 1.6നെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് 16/10 എന്ന് എഴുതാം അല്ലെ. 16/10 എന്ന് എഴുതിയാല് 1.6 തന്നെയായിരുന്നു നമ്മൾ പഠിച്ച ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ 16/10നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 10 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന മുകളിലും താഴെയും 10 ഇട്ട്, അപ്പൊ 10 വെട്ടിപ്പോകും. ബാക്കിയുള്ളത് ആരാ? 16ആണ്. അപ്പൊ ആൻസർ 16 എന്ന് വരും. ഓക്കെ, ആൻസർ 16 എന്ന് വരും. അപ്പൊ ഇങ്ങനെയൊന്നും എഴുതി ചെയ്യണ്ട. ഇതിനാ ഞാൻ പറഞ്ഞത് ഒരു മാജിക് ഉണ്ട്. എന്താണ് ആ ഒരു മാജിക് എന്ന് പറഞ്ഞാല്, നമ്മൾ ഇവിടെ 1.6നെ അല്ലേ മക്കളെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പൂജ്യത്തിനെ ശ്രദ്ധിക്കുക. നമ്മളെ കുമ്പളം വട്ടപൂജ്യത്തിനെ ശ്രദ്ധിക്കുക. എന്താ? ഇവിടെ ഒരു കുമ്പളല്ലേ ഉള്ളൂ, ഒരു പൂജ്യം അല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള പോയിന്റ് ഒരു ചാട്ടം മുന്നോട്ട് ചാടും എന്നാലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഒരു ചാട്ടം മുന്നോട്ട് ചാടും. ഓക്കെ ആണോ? നോക്കിക്കേ, അപ്പൊ ഒരു ചാട്ടം മുന്നോട്ട് ചാടുക എന്ന് പറഞ്ഞാല് ഒന്നിന്റെ ഇപ്പറുള്ളത് അല്ലെ. അപ്പൊ 6ന്റെ തൊട്ട് ബാക്കിലുള്ള പോയിന്റ് മുന്നോട്ട് ചാടുക എന്ന് പറഞ്ഞാൽ ആൻസർ എന്തായിട്ട് മാറും? അത് 16 ആവും. 16 പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? 16 തന്നെയാണ്. ഓക്കെ ആണോ? അതേപോലെ തന്നെ എന്റെ കുട്ടികൾ നോക്കിയാൽ മതി. ഇപ്പൊ 25.2 എന്ന് പറയുന്ന സംഖ്യ തന്നെയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നെങ്കിൽ ഒരു പോയിന്റ് എന്ത് ചെയ്യും? ഇപ്പുറത്തേക്ക് ചാടും. അപ്പൊ എന്താ ഉത്തരം വരിക? 252 എന്നായിരിക്കും ആൻസർ വരിക. ഒരു കാര്യോടെ മിസ് പറഞ്ഞുതരാം. സിമ്പിൾ ആയിട്ട് 25.2നെ ഞാൻ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതോ? 100 കൊണ്ടാണ് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കേ, 100ല് 2 പൂജ്യം ഇല്ലേ മക്കളെ? 100ല് 2 പൂജ്യം ഉണ്ട്. അപ്പൊ ഈ ഒരു പോയിന്റ് 2 ചാട്ടം ചാടണം. ഒരു ചാട്ടം ചാടിയാൽ മതിയോ? പോരാ, 2 ചാട്ടം ചാടണം. ഈ 2 ചാട്ടം ചാടുക എന്ന് പറഞ്ഞാൽ ഒരു ചാട്ടം ചാടിയാൽ തന്നെ എത്രയായി? 252 ഇനി ഒരു ചാട്ടം കൂടെ ചാടണം എന്ന് പറഞ്ഞാല് എന്ത് വെച്ചു കൊടുത്താൽ മതി? ഒരു പൂജ്യം കൂടെ വെച്ചു കൊടുത്താൽ മതി. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഒരു എക്സാമ്പിൾ കൂടെ പറയാം. ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറഞ്ഞുതരാം. നോക്കിക്കേ, 2.52 2.52 ഇതിനെ ഞാൻ 10 കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 10 കൊണ്ട്. ഓക്കെ ആണോ?
ദേ 10ല് ഒരു പൂജ്യമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ പോയിന്റ് ഒരു ചാട്ടം ചാടണം. ഒരു ചാട്ടം ചാടിയാൽ ദേ പോയിന്റ് 5ന്റെ മുൻപിൽ വന്ന് വീഴും അല്ലെ. അപ്പൊ 5ന്റെ മുൻപിൽ വന്ന് വീഴുവാന്ന് പറഞ്ഞാൽ ആൻസർ 25.2 ആയിരിക്കും. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം? ആ പൂജ്യത്തിന്റെ മാജിക് അല്ലെ. ഒരു പൂജ്യം കൊണ്ട് ഈ ഒരു പൂജ്യം എന്താ 10 കൊണ്ടും 100 കൊണ്ടും 1000 കൊണ്ടും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡെസിമൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് അതിൽ ഉത്തരം വരിക എന്നുള്ളത് ആ ഒരു പോയിന്റിന്റെ ചാട്ടം മാത്രം നോക്കിയിട്ട് വേഗം ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ എന്റെ കൂട്ടുകാർ ഈ ഒരു പ്രോബ്ലംസിന്റെ ആൻസർ വേഗം പറഞ്ഞു നോക്കാം. നമുക്ക് ആദ്യം തന്നെ നോക്കിക്കേ 3.25 10 മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നോക്കിക്കേ 10ല് ഒരു പൂജ്യമേ. അങ്ങനെയാണെങ്കിൽ ഇതേ ഒരു പോയിന്റ് മുന്നോട്ട് ചാടും. ആൻസർ എന്താണ് വരിക? 32.5 എന്ന് വരും. 32.5 എന്ന് വരും. ഓക്കെ ആണോ? അതേപോലെ തന്നെ ഇത് അടുത്തത് 13.752 ഞാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ 10ല് ഒരു പൂജ്യം ഉണ്ട്. അപ്പൊ പോയിന്റ് ഒരു ചാട്ടം മുന്നോട്ട് ചാടും. ഇതേ 137.52 വരും. 137.52. ഓക്കെ ആണോ? ഇനി അടുത്തത് നോക്കിക്കേ. അടുത്തത് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ആരെ? 3.45. അപ്പൊ പോയിന്റ് എത്ര ചാട്ടം ചാടണം 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ? ആ 2 പൂജ്യം ഉണ്ടെങ്കിൽ 2 ചാട്ടം ചാടണം. അപ്പൊ ആൻസർ എന്തായിരിക്കും വരുക? 345 എന്നായിരിക്കും അവിടെ ആൻസർ വരേണ്ടത്. അതേപോലെ നോക്കിക്കേ 1000 കൊണ്ടാണ് അടുത്തതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എത്ര ചാട്ടം ചാടേണ്ടി വരും? ആ 3 പൂജ്യം ഉണ്ടെങ്കിൽ 3 ചാട്ടം ചാടേണ്ടി വരും അല്ലെ. അപ്പൊ ഇതാ ഇവിടെയുള്ള പോയിന്റ് 3 ചാട്ടം ചാടിയപ്പോ നേരെ മുന്നിൽ വന്ന് കിടന്നു. അപ്പൊ 1345 എന്ന് കിട്ടുമായിരുന്നു നമുക്ക് ഉത്തരം. ഓക്കെ, സെറ്റ് ആണോ? അതേപോലെ തന്നെ അടുത്ത ചെയ്ത് നോക്കിക്കേ. 1.523 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ പോയിന്റ് 3 തവണ ആയിട്ട് മുന്നോട്ട് വന്ന് കിടക്കും. സിമ്പിൾ അല്ലേടാ? സിമ്പിളാ. അതേപോലെ തന്നെ ഇവിടെ നോക്കിക്കേ. ഇവിടെ 4.2 10 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാല് ആ ഒരു ചാട്ടം ചാടും. ഒരു പോയിന്റ് ഒരു ചാട്ടം ചാടും. അപ്പൊ എന്ത് വരും? 42 എന്ന ആൻസർ വരും. 42 എന്ന ആൻസർ വരും. ഓക്കെ, അടുത്തത് നോക്കിക്കേ. 4.765 നമ്മൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 100ല് 2 പൂജ്യം ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ ചാട്ടം 2 തവണ ചാടും. അപ്പൊ എന്താ വരിക? 470. ഇവിടെയല്ലേ പിന്നെ പോയിന്റ് വരിക? 476.5 എന്ന് വരും ആൻസർ. ഓക്കെ ആണോ എന്റെ കുട്ടിക്ക്? അതേപോലെ സിമ്പിൾ ആയിട്ട് അടുത്ത ഒന്ന് വേഗം ചെയ്ത് നോക്കി. 2 പ്രോബ്ലംസേ ഉള്ളൂ. 14.572 നമ്മള് 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 ചാട്ടം ചാടണം അല്ലെ. അപ്പൊ 2 ചാട്ടം ചാടുക എന്ന് പറഞ്ഞാൽ എവിടെ പൊന്ന് വീഴും? ആ 7ന്റെ തൊട്ടപ്പുറം വന്ന് വീഴും. അപ്പൊ എന്താ വായിക്കുക? 1457.2 എന്നാവും. എന്റെ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ? മിസ് ചെയ്യുന്ന പോലെ മിസ്സിന്റെ കൂടെ ചെയ്യണം. അടുത്തത് നോക്കിക്കേ. 2.36 1000 കൊണ്ട് ഗുണിക്കുന്നു. അപ്പൊ നോക്കിക്കേ 1000ല് 3 പൂജ്യം ഉണ്ടല്ലേ. 1000ല് 3 പൂജ്യം ഉണ്ട്. അപ്പൊ 3 ചാട്ടം ചാടണം. ഇവിടെ നമ്മൾ 2 ചാട്ടം ചാടി. അപ്പൊ മൂന്നാമത്തെ ചാട്ടം ചാടാനില്ലെങ്കിൽ നമ്മൾ എന്തെഴുതണം? ആ 236 കൂടെ എന്തുകൂടെ ഇട്ട് കൊടുത്താൽ മതി എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പൂജ്യം കൂടെ ഇട്ട് കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താല് പൂജ്യത്തിന്റെ മാജിക് കൊണ്ട് നമ്മൾ ചാട്ടം ചാടിയ ഡെസിമൽ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഈസിയാ. 100 കൊണ്ടും 10 കൊണ്ടും 1000 കൊണ്ടും ഇനി എത്ര പൂജ്യമുള്ള സംഖ്യകളാണെങ്കിലും നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ ഈസി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ മൾട്ടിപ്ലിക്കേഷൻ മാത്രമാണോ ഉള്ളത്? അല്ല, ഡിവിഷനും ഉണ്ട്. അപ്പൊ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിലോ നോക്കിക്കോ. 1.6 നേരത്തെ നമ്മള് 10 കൊണ്ട് ഗുണിച്ചപ്പം ഒരു ചാട്ടം എന്തായിരുന്നു? ആ ഒരു ചാട്ടം മുന്നോട്ട് ചാടി അത് 16 ആയി അല്ലെ. ഒരു ചാട്ടം മുന്നോട്ട് ചാടിയപ്പോ അത് 16 ആയി. അതേപോലെ 1.6 ഞാന് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഹരിക്കുകയാണെങ്കിലോ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നുമില്ല, ഒരു ചാട്ടം എന്താവടാ? പിന്നോട്ട് ചാടും എന്നാലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഒരു ചാട്ടം പിന്നോട്ട് ചാടുവാന്ന് പറഞ്ഞാൽ എന്താ വരിക? 0.16 എന്നാവും. 0.16. സിമ്പിൾ ആയിട്ട്. അതേപോലെ നേരത്തെ മുന്നോട്ട് ചാടിയത് ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ പിന്നോട്ട് ചാടും എന്ന് ആലോചിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത് 10 കൊണ്ടും 100 കൊണ്ടും 1000 കൊണ്ടും ഒക്കെ ഡിവൈഡ് ചെയ്യുന്നത് എന്റെ കുട്ടികൾ വേഗം ഒന്ന് ചെയ്ത് നോക്കാം. നോക്കിക്കേ. 16.34 ഇവിടെ 10 കൊണ്ട് മിസ് ഡിവൈഡ് ചെയ്തു. അപ്പൊ ഒരു പോയിന്റ് ബാക്കോട്ടിലെ പിന്നോട്ടേക്ക് നമ്മൾ ചാടേണ്ടിയിരുന്നു. അപ്പൊ എന്താണ് ആൻസർ കിട്ടുക? 1 പോയിന്റ് എന്താ വരുക? 1.634 എന്നാണ് വരിക. അത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ആൻസർ ആണ്. അത് തെറ്റാണ്.
കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെയാണ് കൊടുത്തത്, അത് തെറ്റാണ്. അപ്പൊ എന്താ ആൻസർ വരേണ്ടത്? 1.634 എന്ന് വരണം. അപ്പൊ അടുത്ത് നോക്കിക്കേ, അടുത്ത് നമ്മൾ 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. 100 കൊണ്ട് ആരെ ഇതാ 25.765. അപ്പൊ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ചാട്ടം പുറകിലോട്ട് ചാടണം. അപ്പൊ അതാ എവിടെയാ കിടക്കും പോയിന്റ്? ആ പോയിന്റ് 25765 എന്നായിരിക്കും അതിന്റെ ആൻസർ വരിക. അടുത്തൊന്ന് വേഗം ചെയ്ത് നോക്കിയാലോ. 100 കൊണ്ട് അടുത്തതാ ഇവിടെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ചാട്ടം പുറകിലോട്ട് ചാടണം. അപ്പൊ എന്താ വരിക? 3.475 എന്ന് വരും. അടുത്തത് നോക്കിക്കേ, ദേ നമ്മൾ 1000 കൊണ്ടാണ് ഈ ഒരു സംഖ്യനെ ഡിവൈഡ് ചെയ്യുന്നത്. ഇതിന്റെ ആൻസർ മിസ് പറയുന്നില്ല. എന്തായാലും എന്റെ കുട്ടികൾ ഇത്ര നേരം മിസ്സിനെ കണ്ടോണ്ടിരുന്നതല്ലേ, ഇതിന്റെ ആൻസർ ഒന്ന് വേഗം ഓടി വന്ന് കമന്റ് ബോക്സിൽ പറഞ്ഞ എന്റെ കുട്ടികള്. അപ്പൊ സെറ്റ് ആണെങ്കിൽ എന്റെ കുട്ടിക്ക് ഇതാ ഇത്രയും കാര്യങ്ങൾ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാനും അതേപോലെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാനും എന്റെ കുട്ടിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഓടി വന്നിട്ട് കമന്റ് ബോക്സിൽ പറയുക. അത്രയും സിമ്പിൾ ആണെങ്കിൽ ഓടി വന്ന് കമന്റ് ബോക്സിൽ പറയണം, സിമ്പിൾ ആണെന്ന് പറയണം, ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റിയെന്ന് പറയണം. ഓക്കെ ആണെങ്കിൽ സെറ്റ് ആണെങ്കിൽ നമ്മൾ ഈ ഡെസിമൽ ഓപ്പറേഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാനും ഡിവൈഡ് ചെയ്യാനുള്ള സൂത്രങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ആ ഒരു കാര്യമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ മിസ് വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.